മൂവാറ്റുപുഴ പായിപ്ര സ്കൂൾ പടിയിൽ നിന്നും MDMAയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ഇരമല്ലൂർ സ്വദേശി സാജിദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 30.7 ഗ്രാം MDMAയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ പായിപ്ര സ്കൂൾ പടിയിൽ നിന്നും MDMAയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടിയത്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് MDMA മൊത്തവ്യാപാരം നടത്തുന്ന കോതമംഗലം ഇരമല്ലൂർ സ്വദേശി കടങ്ങനാട്ട് സാജിദിനെ പിടികൂടിയത്. ഇയാളെ 2.5 മാസമായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഖത്തറിൽ പാർട്സ് വേൾഡ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നയാളാണ് സാജിദ്. 4 മാസം മുൻപാണ് ഇയാൾ കേരളത്തിലെത്തിയത്. ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട ചിക്കമംഗ്ലൂർ സ്വദേശി ഷഹബാസ് ആണ് സാജിദിന് സ്ഥിരമായി MDMA എത്തിച്ചു നൽകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ബസ് ഡ്രൈവർമാർ അറിഞ്ഞോ അറിയാതെയോ ആണ് കൊച്ചിയിൽ MDMA എത്തിക്കുന്നത്. കൊച്ചിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന MDMA ചില്ലറ മൊത്തവ്യാപാരം നടത്തുകയാണ് രീതി. CDMലൂടെയും സ്കാനറിലൂടെയുമാണ് പണം നൽകുന്നത്. വിനോജ് എന്നയാളുടെ അക്കൗണ്ടിലേക്ക് സാജിദ് സ്ഥിരമായി പണം അയക്കുന്നുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ മേഖലകളിലാണ് സാജിദ് പ്രധാനമായും MDMA വിറ്റുവരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാജിദിനെ അതിവിദഗ്ധമായാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ടീം പായിപ്ര സ്കൂൾ പടി ഭാഗത്തു നിന്നും ഈ കോതമംഗലം സ്വദേശിയായിട്ടുള്ള സാജിദ് K എന്ന ആളെ 30 ഗ്രാം MDMA ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇയാൾ ഈ പ്രദേശത്തെ ഒരു മൊത്തവിതരണക്കാരനെ മനസ്സിലായി. ഇയാൾക്ക് MDMA എത്തിച്ചു കൊടുക്കുന്ന ഇയാളുടെ കൂടെ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ചിക്കമംഗളൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഷഹബാസ് എന്ന ആളെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. ഷഹബാസിന് നിർദ്ദേശാനുസരണം CDM വഴിയും സ്കാനർ വഴിയും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ഒരു മിനോജ് എന്ന ID പൈസ അയച്ചുകൊണ്ടാണ് പ്രതി MDMA വാങ്ങിയിരുന്നത്. 8-ാം തീയതി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ കൂടി ഇന്ന് പുലർച്ചെ ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതി ഈ MDMA വാങ്ങി വന്നിട്ടുള്ളതും മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ പിടികൂടി അയാൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതി ഹാജരാക്കിയ ശേഷം പ്രതിയെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുന്നതാണ്. ഇയാളിൽ നിന്നും 30.7 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജി ജോർജിന്റെ സാന്നിധ്യത്തിൽ ദേഹപരിശോധന പൂർത്തിയാക്കിയാണ് സാജിദിനെ അറസ്റ്റ് ചെയ്തത്. സാജിദ് മൊത്തമായി MDMA നൽകുന്ന ഷഹബാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക സംവിധാനം വഴിയാണ് MDMA കൊച്ചിയിലെത്തിക്കുന്നത്. 2 ബുക്കുകൾ കളക്ട് ചെയ്ത് അവയുടെ പേജുകൾ നീക്കം ചെയ്തതിനു ശേഷം അവിടെ MDMA പാക്കറ്റുകൾ നിറച്ച് പാഴ്സൽ രൂപത്തിലാക്കിയാണ് ബസ്സുകാരുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. ഈ ഷഹബാസ് എന്നയാള് ഇയാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നേരിട്ട് ഈ ബസ്സിലും മറ്റും പാഴ്സലായിട്ടോ പുസ്തക രൂപത്തിലോ ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. വലിയ പുസ്തകങ്ങൾ രജിസ്റ്ററിൻ്റെ അകത്തെ പേപ്പറുകൾ വെട്ടിമാറ്റിയ ശേഷം അതിനകത്തേക്ക് MDMA സ്റ്റഫ് വെച്ച ശേഷം അത് വളരെ ഭംഗിയായിട്ട് ഒട്ടിച്ച് ഇതൊരു പാഴ്സൽ രൂപത്തിൽ, പുസ്തകത്തിൻ്റെ രൂപത്തിൽ, രജിസ്റ്റർ രൂപത്തിൽ ദീർഘദൂര ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഡ്രൈവറുടെ അറിവോടുകൂടി അല്ലാതെയോ ഇത് ഇന്ന ഭാഗത്തുള്ള ഒരാൾ കൊടുക്കണം എന്നുള്ള ലെവലിൽ എന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു രജിസ്റ്റർ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതിയുടെ സഹോദരൻ നടത്തുന്ന കടയുടെ അഡ്രസ്സിൽ ഒരു GST ID ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്ക് പ്രകാരം 2 തവണ MDMA, അത്തരത്തിൽ ബുക്കിൽ നിന്ന് 2 തവണ MDMA വാങ്ങിയതായിട്ട് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റ് സമയങ്ങളിൽ ഈ പറഞ്ഞ നേരിട്ട് ഈ ബാംഗ്ലൂർ സുഹൃത്ത് എറണാകുളം ഭാഗത്തേക്ക് ഇടപ്പള്ളിയിലേക്ക് ആളെ പറഞ്ഞയച്ച് എത്തിച്ചു കൊടുത്തതായിട്ടും മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ബസ്സുകാർക്ക് പുറമെ നേരിട്ടും സാജിദിന് MDMA ലഭിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാർ, പ്രിവന്റീവ് എക്സൈസ് ഓഫീസർമാരായ ഉമ്മർ, ഷബീർ, ഉന്മേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത, ഡ്രൈവർ ബിജു പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.